Hi students, welcome to EduSpring classes. Today we are going to discuss the third chapter, Origin and Recording of Transaction. Plus 1 accountancy third chapter ആണ് Origin and Recording of Transaction. ഈ ഒരു ചാപ്റ്റർ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ്ലി we have to discuss source documents. Source documents. ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് സോഴ്സ് ഡോക്യുമെന്റിനെ കുറിച്ചാണ്. In order to record business transaction in the books of accounts, there must be some documents in support of it. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ പിന്നെ ഒരു ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ എന്താണ് ഈ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ദ ഡോക്യുമെന്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് the business transactions are recorded in the books of accounts is called source documents. അതായത് ഏതൊരു ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ഏതൊരു ഡോക്യുമെന്റ്സിന്റെ ബേസിലാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഡോക്യുമെന്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? സോഴ്സ് ഡോക്യുമെന്റ്സ്. ഇതിനോട് എന്ത് വിളിക്കും? വൗച്ചേഴ്സ്. വൗച്ചേഴ്സ് എന്നും വിളിക്കും. സോഴ്സ് ഡോക്യുമെന്റ്സിന്റെ മറ്റൊരു പേരാണ് വൗച്ചേഴ്സ്. വൗച്ചേഴ്സ് എന്നുള്ളത് എന്താണ്? സോഴ്സ് ഡോക്യുമെന്റ്സിന്റെ മറ്റൊരു പേരാണ്. ക്ലിയർ ആയല്ലോ? എന്തിനാണ് സോഴ്സ് ഡോക്യുമെന്റ്സ്? അതായത് ഈ അക്കൗണ്ട്സിൽ എന്താണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ് എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് ഈ ഏതൊരു ട്രാൻസാക്ഷനും അതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അതിനെ പരിശോധിക്കാൻ കഴിയണം. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിയണം. അതിനെന്ത് വേണം? ഒരു ഡോക്യുമെന്റ് എന്നാണ് അത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ് ഇതെന്താണ് സോഴ്സ് ഡോക്യുമെന്റ് എന്നുള്ളത് ഒരു ട്രാൻസാക്ഷന്റെ ഒരു തെളിവ് കൂടിയാണ്, എവിഡൻസ് ആണ്. അതുകൊണ്ടാണ് സോഴ്സ് ഡോക്യുമെന്റ്സ് ഈ ഒരു ചാപ്റ്റർ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഈ സോഴ്സ് ഡോക്യുമെന്റ്സ്? ഒരു ട്രാൻസാക്ഷൻ എന്നാണ് എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടും ബിസിനസ്സിന് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്റേണൽ പാർട്ടീസുമായിട്ട് ബിസിനസ്സിന് എന്താണ് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. ഇനി എക്സ്റ്റേണൽ പാർട്ടീസ് ഇനി ഒരു ബിസിനസ് സ്ഥാപനം അതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത് എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടാണെങ്കിൽ, അതായത് കസ്റ്റമേഴ്സ്, ബാങ്കേഴ്സ് തുടങ്ങിയിട്ടുള്ള ബിസിനസിന്റെ ഔട്ട്സൈഡ് ഉള്ള ആളുകളുമായിട്ടാണ്, പുറത്തുള്ള ആളുകളുമായിട്ടാണ് ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ അപ്പോഴുള്ള സോഴ്സ് ഡോക്യുമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ് വൗച്ചർ. അതുപോലെ തന്നെ എന്താണ് വൗച്ചേഴ്സ്. അതുപോലെ റെസിപ്റ്റ്, വൗച്ചേഴ്സ്, റെസിപ്റ്റ്സ്, ക്യാഷ് മെമോസ്, ബിൽസ് എക്സെട്ര. അപ്പോൾ ഒരു ബിസിനസിന്റെ ഔട്ട്സൈഡേഴ്സുമായിട്ടാണ്, എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെയുള്ള സോഴ്സ് ഡോക്യുമെന്റ്സിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വൗച്ചേഴ്സ്, റെസിപ്റ്റ്സ്, ക്യാഷ് മെമോസ്, അതുപോലെ തന്നെ ബിൽസ് എക്സെട്ര തുടങ്ങിയവയൊക്കെയാണ്. ഈ ബിസിനസ് എന്നാണ് അതിന്റെ ഇന്റേണൽ ട്രാൻസാക്ഷൻ നടക്കാം. അതായത് ഇന്റേണൽ ഈവൻസ് ആണ്. അപ്പൊ ഇന്റേണൽ ഈവൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും? ഒരുപാട് ഇടപാടുകൾ നടക്കും. ഒരു ഗോഡൌണിൽ നിന്നും പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എന്താണ് റോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, കൊണ്ടുവരുന്നു. ഇതെന്താണ് ഒരു ഇന്റേണൽ ട്രാൻസാക്ഷൻ ആണ്. കാരണം പ്രൊഡക്ഷൻ യൂണിറ്റ് ബിസിനസിൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഗോഡൌണും ബിസിനസിൻ്റെ തന്നെയാണ്. അപ്പോൾ ഗോഡൌണിൽ നിന്നും സാധനം ഉൽപാദനത്തിന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. ഇതൊരു ഇന്റേണൽ ട്രാൻസാക്ഷൻ ആണ്. ഇങ്ങനെ ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്തുണ്ടായിരിക്കും? സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണെന്ത്?
മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽ റിക്വസിഷൻ. മെറ്റീരിയൽ റിക്വസിഷൻ. മെറ്റീരിയൽ റിക്വസിഷൻ. മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്, മെറ്റീരിയൽ റിക്വസിഷൻ, എക്സെട്ര. ഇതൊക്കെ എന്താണ് ഇന്റേണൽ ഈവൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന സോഴ്സ് ഡോക്യുമെന്റ്സ് ആണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്സ്, അതുപോലെ മെറ്റീരിയൽ റിക്വസിഷൻ, എക്സെട്ര. ഇത്രയുമാണ് സോഴ്സ് ഡോക്യുമെന്റുമായിട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണെന്ത്, അക്കൗണ്ടിങ് ഇക്വേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ആണത് അക്കൗണ്ടിങ് ഇക്വേഷൻ. നമുക്ക് പഠിക്കാനുള്ളതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് ഏരിയ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് ഇനി പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് എന്താണ് മീനിങ്. ആദ്യമായിട്ട് എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷന്റെ മീനിങ് ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് equality between the debits and credits. So it is the equality between the debits and credits or assets or liabilities. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷന്റെ ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഒരു ട്രാൻസാക്ഷന് രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും അവിടെ എന്താണ് രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തത് ഡെബിറ്റ് ആസ്പെക്ട്, രണ്ടാമത്തത് എന്താണ് ക്രെഡിറ്റ് ആസ്പെക്ട്. അതായത് ഏതൊരു ട്രാൻസാക്ഷൻ ആണെന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ്. പർച്ചേസ്ഡ് ഗുഡ്സ് സാധനങ്ങൾ എന്താണ് വാങ്ങി. സാധനങ്ങൾ വാങ്ങി അതിലെ ഒരു ആസ്പെക്ട് എന്നുള്ളത് എന്താണ് പർച്ചേസ് ആണ്. പർച്ചേസ്. മറ്റൊരു ആസ്പെക്ട് എന്നുള്ളതാണ് ക്യാഷ് ആണ്. അതായത് ക്യാഷ്. ഇപ്പോൾ 6000 രൂപക്ക് എന്നാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ 6000 രൂപക്ക് സാധനങ്ങൾ വാങ്ങി. ഇവിടുത്തെ രണ്ട് ആസ്പെക്റ്റുകൾ എന്താണ്, ഒന്ന് ക്യാഷ് ആണ്. ക്യാഷ്. ക്യാഷ് എന്താണ് ഇവിടെ 6000 രൂപ. ഇവിടെ ക്യാഷ് 6000 രൂപ. അതുപോലെ പർച്ചേസ് എന്നാണ് 6000 രൂപ. അപ്പോൾ 6000 പർച്ചേസ്. അതായത് 6000 രൂപ 6000 ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് 6000ന്റെ എന്ത് ലഭിച്ചു, ഗുഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് പറഞ്ഞ ഗുഡ്സ് ആണ്, സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക്. സ്റ്റോക്ക്. അപ്പോ 6000 ക്യാഷ് കൊടുത്തപ്പോൾ 6000 സ്റ്റോക്ക് എന്നാണ് ബിസിനസ്സിലേക്ക് വന്നു. ഇവിടെ എന്താണ് രണ്ടും എന്താണ് കണ്ടോ നിങ്ങൾ, രണ്ടും ഈക്വൽ ആണ്. ഇവിടെ ഇതെന്താണ് ഡെബിറ്റ് ആസ്പെക്ട് ആണ്, ഇത് ക്രെഡിറ്റ് ആസ്പെക്ട് ആണ്. ഇത് ഡെബിറ്റ് ആസ്പെക്ട് ആണ്, ഇതെന്താണ് ക്രെഡിറ്റ് ആസ്പെക്ട് ആണ്. അപ്പൊ ഏതൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും ഒരു ഡെബിറ്റും ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. ഈ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിലെ അസറ്റുകളും അതുപോലെ തന്നെ ലാബിലിറ്റീസും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കാം, അതിനൊരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്. അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്. അസറ്റും അതിന്റെ ഇക്വിറ്റീസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അസറ്റിന് തുല്യമായിരിക്കും അതിന്റെ ഇക്വിറ്റീസ്. അതായത് ടോട്ടൽ ക്ലെയിംസ് ആണ് ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ. അസറ്റ് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ദ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദി ബിസിനസ്. ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ഒരു ബിസിനസിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ്, വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ബിസിനസിന്റെ ബാധ്യതകളെയാണ് നമ്മൾ ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഇക്വിറ്റീസ് എന്നാണ് ടു ടൈപ്സ് ഓഫ് ഇക്വിറ്റീസ് ഉണ്ട്. ഇക്വിറ്റീസ് എന്നാണ് രണ്ട് ടൈപ്സ് ആണ് ഇക്വിറ്റീസ്. ഇക്വിറ്റീസ് എന്നാണ് രണ്ട് ടൈപ്സ് ഓഫ് ഇക്വിറ്റീസ് ഉണ്ട്. ഒന്നാണ് ക്ലൈംസ് ഓഫ് ദി ഔട്ട്സൈഡേഴ്സ്.
ക്ലൈംസ് ഓഫ് ദി ഔട്ട്സൈഡേഴ്സ്. ക്ലൈംസ് ഓഫ് ദി ഔട്ട്സൈഡേഴ്സ്. അതുപോലെ തന്നെ ക്ലൈംസ് ഓഫ് ദ ഇൻസൈഡേഴ്സ്. ക്ലൈംസ് ഓഫ് ദ ഇൻസൈഡേഴ്സ്. അല്ലെങ്കിൽ എന്താണ് ഓണേഴ്സ്. അപ്പൊ ഇക്വിറ്റീസ് എന്നാണ് ഒന്ന് ക്ലൈംസ് ഓഫ് ഔട്ട്സൈഡേഴ്സ്, പുറത്തുള്ള ആളുകൾക്കുള്ള എന്താണ് ബാധ്യത, പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ഈ ഒരു കടം ബാധ്യതക്കാണ് നമ്മൾ ക്ലൈംസ് ഓഫ് ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസിന്റെ ഓണർക്ക് എന്നാണ് കൊടുക്കാനുള്ള ആ ഒരു ക്ലൈംസ് ആണ് എന്താണ് ക്ലൈംസ് ഓഫ് ഓണേഴ്സ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് വിളിക്കും. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. അതുപോലെ തന്നെ ഇതിനാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയും. ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്നാണ് ക്ലൈംസ് ഓഫ് ഔട്ട്സൈഡേഴ്സിന് പറയുന്നത്. അതുപോലെ ക്ലൈംസ് ഓഫ് ഇൻസൈഡേഴ്സ് അല്ലെങ്കിൽ ക്ലൈംസ് ഓഫ് ദി ഓണേഴ്സിന് പറയുന്നതാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്നാണ്. ഓണേഴ്സ് ഇക്വിറ്റി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി, ഓണേഴ്സ് ഇക്വിറ്റി. ഇനി ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അത് ലാബിലിറ്റി ആണ്. ലാബിലിറ്റി. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ത് പറയും? ലാബിലിറ്റീസ് എന്ന് പറയും. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ത് പറയും? ലാബിലിറ്റീസ് എന്ന് പറയും. അതുപോലെ ഓണേഴ്സ് ഇക്വിറ്റിനെ എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓണേഴ്സ് ഇക്വിറ്റിനെ ക്യാപിറ്റൽ എന്നും ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റിനെ എന്ന് പറയും? ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റിയെ ലാബിലിറ്റീസ് എന്നും പറയാം. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇക്വിറ്റിയെ എന്താണ്? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? നമുക്ക് ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് എന്നാണ്. ഇപ്പൊ വീണ്ടും എന്താണ്? ഈ ഒരു ഇക്വേഷനെ വീണ്ടും എന്താണ് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി. അപ്പോൾ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടി. അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി. ഇക്വിറ്റി എന്നാണ് ഒന്ന് ക്യാപിറ്റൽ ആണ്, ഒന്ന് ലാബിലിറ്റി ആണ്. അതുകൊണ്ടെന്നാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ കമ്പ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്. ഈ രീതിയിലേക്കാണ് നമ്മൾ അതിന്റെ ഇക്വേഷനെ മാറ്റി എഴുതാവുന്നതാണ്. ഒന്നുകൂടെ നാളെ അതിന്റെ ഇക്വേഷനൊക്കെ എഴുതാൻ പോവുകയാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്. ഇതിനെന്താണ്? നമുക്കൊന്ന് ഷോർട്ടാക്കി എഴുതാം. എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് എന്ന് എഴുതാം. ഇനി വീണ്ടും എന്താണ്? ഇനി ക്യാപിറ്റലിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലാബിലിറ്റീസ്. ഇനി എന്താണ്? ഇപ്പൊ ക്യാപിറ്റൽ ഇക്വേഷൻ ആണ് അസറ്റ് മൈനസ് ലാബിലിറ്റീസ്. നെക്സ്റ്റ് ആണെന്ന് ഇനി നമുക്ക് ലാബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബിസിനസിന്റെ ലാബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണത് അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അസറ്റിൽ നിന്നും ക്യാപിറ്റൽ കുറച്ചാൽ എന്ത് കിട്ടും? ലാബിലിറ്റീസ് ലഭിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഒരു ഇക്വേഷനും കൂടി എന്നാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് അസറ്റിൽ നിന്നും ക്യാപിറ്റൽ കുറച്ചു, അതിൽ നിന്നും ലാബിലിറ്റീസും കുറച്ചു. ലാബിലിറ്റീസും കുറച്ചാൽ 0 ആണ്. ക്ലിയർ ആയല്ലോ? ബാക്കി എമൗണ്ട് എന്ന് പറയുന്നതാണ് 0 ആണ്. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്. ഇനി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലാബിലിറ്റീസ്. ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഇനി അസറ്റ് മൈനസ് ക്യാപിറ്റൽ മൈനസ് ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. അതായത് ഇവിടെ എന്താണ്? ഒരു ബാലൻസ് ഷീറ്റിലെ
ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വേറെ ആയാലും ഇപ്പോൾ അസറ്റ്, ക്യാപിറ്റൽ, ലാബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണ്, ബാലൻസ് ഷീറ്റിലെ കമ്പോണൻസുകളാണ്. അവ തമ്മിലുള്ള ഈ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ അല്ലെങ്കിൽ എന്താണ് ഫണ്ടമെന്റൽ റിലേഷൻ ആണ് ഈ ഒരു ഈക്വേഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബാലൻസ് ഷീറ്റ് ഈക്വേഷൻ എന്ന് വിളിക്കുന്നു. അക്കൗണ്ട് ഈക്വേഷന്റെ മറ്റൊരു പേരാണെന്ത്, ബാലൻസ് ഷീറ്റ് ഈക്വേഷൻ. ബാലൻസ് ഷീറ്റ് ഈക്വേഷൻ. ബാലൻസ് ഷീറ്റ് ഈക്വേഷൻ അപ്പോൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, ബാലൻസ് ഷീറ്റ് ഈക്വേഷൻ. സ്റ്റുഡൻസ്, ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ് സോഴ്സ് ഡോക്യുമെന്റ്, രണ്ടാമത്തത് എന്താണ് അക്കൗണ്ടിങ് ഈക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് നന്ദി, നമസ്കാരം.